Assalamu alaikum and hello friends. എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. ബ്രെഡ്, നെയ്യ്, പഞ്ചസാര, പാല്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സമ്പന്നവും ഉത്സവപരവുമായ മധുര പലഹാരമാണ് ഷാഹി തുക്ട. ഇത് വളരെ ജനപ്രിയമായ ഒരു ക്ലാസിക് ജനകീയ മധുര പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഷാഹി തുക്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബ്രെഡിൻ്റെ എഡ്ജസിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 4 ഭാഗത്തും എഡ്ജസിനെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാനിൽ 1/2 കപ്പ് നെയ്യും 1/2 കപ്പ് കുക്കിംഗ് ഓയിലും ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഈ എണ്ണയെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചൂടാക്കിയെടുക്കുക. എണ്ണ മീഡിയം ചൂടായതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് സ്ലൈസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബ്രെഡ് സ്ലൈസുകൾ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ഇതുപോലെ സൈഡിൽ കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ളത് കാണാം. അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ മറുവശത്തും ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ ബ്രെഡ് സ്ലൈസുകളെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബ്രെഡുകളും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ കട്ടിയുള്ള പാല് ഒഴിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ആവുന്നത് വരെ ചൂടാക്കിയെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവ്, 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ, 1/3 കപ്പ് പഞ്ചസാര, ഇനി കുറച്ച് ഡ്രൈ റോസ് പെറ്റൽസ് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യുക. ഇത് നമ്മുടെ ഷാഹി തുക്ടയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് കൊടുക്കുക. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസിനെയും മിക്സ് ചെയ്ത് കളർ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ കുക്ക് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് സ്ലൈസുകൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെർവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അതിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഈ പാലിൻ്റെ മിശ്രിതം ഇതിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ലെയറാണ്. തീരെ കട്ടിയില്ലാത്തതാണ് ഈ റബഡി. ഇനി ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് കോട്ടിംഗ് വരും. അത് നല്ല കട്ടിയുള്ള റബഡിയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി അതേ പാലിൻ്റെ പാത്രത്തിലേക്ക് 1 ലിറ്റർ പാലും കൂടി ആഡ് ചെയ്യുകയാണ്. ഇനി ഈ പാലിൻ്റെ ക്വാണ്ടിറ്റി 1/2 ലിറ്റർ ആവുന്നത് വരെ നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ പാലിൻ്റെ അളവ് പകുതിയായിട്ടുണ്ട്. പിന്നെ ഈ പാല് നല്ലതുപോലെ തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവ്, 1/3 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ റബഡി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡിൻ്റെ സ്ലൈസുകളുടെ മുകളിലേക്ക് പരത്തി കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്ന ബദാം, കാഷ്യൂ, പിസ്ത, പിന്നെ കുറച്ച് ഡ്രൈ റോസ് പെറ്റൽസ് ഇതിന് മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഈ ബൗളിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ നല്ല രുചികരമായ ഷാഹി തുക്ട കഴിക്കാൻ റെഡിയായിട്ടുണ്ട്. നല്ല രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഷാഹി തുക്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബർത്ത്ഡേസിനും ആനിവേഴ്സറിക്കും ഏതൊരു സ്പെഷ്യൽ ഒക്കേഷനും ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പവും നല്ല രുചികരവുമായ ഈ ഷാഹി തുക്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെ ഒരുപാട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.